ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന പ്രവീണിൻ്റെ ആവശ്യം ഗായത്രി നിരാകരിക്കുകയും വീണ്ടും തന്നെ വിവാഹം കഴിക്കണമെന്ന് ഇയാളുടെ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ പെട്ടെന്ന് പ്രകോപിതനായതാണോ അതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്തുവെന്നാണ് കോടതി രേഖകളിൽ അടക്കമുള്ളത്. മുൻകൂട്ടി ആസൂത്രണം, ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി തൻ്റെ സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു പദ്ധതിയായിരുന്നു ഈ കൊലപാതകമെന്നാണ് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അങ്ങനെ ഈ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിലേക്ക് വരുന്ന ഗായത്രിയും പ്രവീണും അവിടെ റൂം എടുക്കുന്നു. അതിനുശേഷം ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഗായത്രിയുടെ ഷോൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവീൺ ഈ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് കുരുക്കിട്ട് വലിച്ചു മുറുക്കി കൊലപ്പെടുത്തി. അതിനുശേഷമാണ് ഈ കൊലപാതകം ആത്മഹത്യയാക്കാനുള്ള ഈ പ്രതിയുടെ ഗൂഢമായിട്ടുള്ള തന്ത്രങ്ങൾ അരങ്ങേറിയത്. അതുപ്രകാരം ഏകദേശം ഉച്ച കഴിഞ്ഞാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത്. അതിനുശേഷം ഗായത്രിയെ കാണാനില്ലെന്ന് കണ്ട് ഗായത്രിയുടെ ഫോണിലേക്ക് ബന്ധുക്കൾ ഫോൺ വിളിച്ചു. എന്നാൽ ഇയാൾ ഫോൺ എടുത്തതിന് ശേഷം താൻ അവളുടെ ഭർത്താവാണ്, ഇനി ആരും അവളെ അന്വേഷിക്കേണ്ട എന്ന രീതിയിലാണ് ബന്ധുക്കളോട് മറുപടി പറഞ്ഞത്. അതിനുശേഷം 7 മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് സാമൂഹിക മാധ്യമത്തിൽ ഇവരുപയോഗിച്ചു വന്ന സാമൂഹിക മാധ്യമത്തിൽ ഇരുവരും വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലി ചാർത്തുന്ന ദൃശ്യങ്ങൾ വാട്സാപ്പ് സ്റ്റാറ്റസുകളായും ഫേസ്ബുക്കിൽ പോസ്റ്റുകളായും ലവ് യു എന്ന തലക്കെട്ടോടുകൂടി പോസ്റ്റ് ചെയ്യപ്പെട്ടത്.